ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവവചനം, ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം. സ്തോത്രം. വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, അത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക്, ഞാൻ അയക്കുന്ന വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാതെ ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ഞാൻ ഉദ്ദേശിച്ചത് നേടിയെടുക്കുകയും ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം പറയുന്നു, ഞാനൊരു വചനം അയക്കുമ്പോൾ അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. അതെ, ഇന്ന് നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച്. ആ ഉദ്ദേശം അറിയുന്നത് പോലും വചനത്തിലൂടെയാണ്. വചനം വായിക്കുമ്പോൾ, നാം വചനം കേൾക്കുമ്പോൾ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതെ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ദൈവം വചനം പറയുന്ന ആളെ ഉപദേശിക്കും. എനിക്കങ്ങനെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ജനത്തോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടും കർത്താവ് പലതും ഉപദേശിക്കും. നമുക്ക് പലതും കാണിച്ചു തരും, നമുക്ക് പലതും മനസ്സിലാക്കി തരും. നമ്മളെല്ലാം ഒന്നും എല്ലാ തികഞ്ഞവരൊന്നും അല്ലല്ലോ. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം എപ്പോഴും. ഞാൻ ശരിക്കും ഈ ബൈബിൾ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചത് പോലും, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ ദൈവാത്മാവ് ഒരു ആലോചന തന്നപ്പോൾ അതിൻ്റെ വ്യാപ്തി ഈ അഖിലാണ്ടത്തിൽ മുഴുവൻ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തിന് കീഴടക്കാൻ കഴിയാത്ത, ഒതുക്കിക്കളയാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിൻ്റെ അപ്രമേയ ശക്തിയെക്കുറിച്ചും അപ്രമേയ ധനത്തെക്കുറിച്ചും ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയുമോ? പക്ഷെ ഞാൻ ആ ഉദ്യമത്തിന് മുന്നോട്ട് വരാൻ കാരണം എനിക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, പഠിക്കണം. അതൊരു ബുദ്ധിയുടെ അറിവായിട്ടല്ല, എനിക്ക് ആത്മാവിൽ ഗ്രഹിക്കണം, ആത്മാവിൽ എനിക്ക് അനുഭവിക്കണം. ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം, ഹോളി സ്പിരിറ്റിൻ്റെ പവർ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിച്ചു വരുന്നത് എന്താണ്? നാളുകളായി ചിന്തിച്ചു വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നാം ചിന്തിച്ച്, കഴിഞ്ഞ പ്രാവശ്യം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം അധ്യായം നാം ചിന്തിച്ച് ഏകദേശം തീർത്തു. അവസാനം കാവൽക്കാരൻ്റെ കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ മക്കളുടെ, മാതാപിതാക്കളുടെ, നമ്മുടെ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിലെ അനേക രാജ്യങ്ങളുടെ കാവൽക്കാരാക്കി ദൈവം നമ്മെ തീർക്കും. സ്തോത്രം. കാവൽക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? ദൈവത്തിൽ നിന്ന് വചനം പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക. വാൾ ദേശത്ത് വരുന്ന കാണുമ്പോൾ ജനത്തെ കാഹളമുതി ഓർമ്മപ്പെടുത്തുക. സ്തോത്രം. പക്ഷെ പലപ്പോഴും ഈ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഒരു ദൈവവേദൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലരും വിചാരിക്കും, അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും മുൻമതിയായിരിക്കും, ഇല്ല അദ്ദേഹത്തോട് ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അദ്ദേഹത്തൊക്കെ ഉപദേശിക്കാൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണോ, അദ്ദേഹത്തിന് എന്തെല്ലാം കുറവുകളുണ്ട്. ഇങ്ങനെ 100 കാര്യങ്ങൾ നോക്കുകയല്ല കർത്താവേ. അങ്ങനെ നോക്കിയാൽ നഷ്ടം നമുക്കാണ്. നമ്മൾ പറയുക, കർത്താവ് ആരിലൂടെയെങ്കിലും എന്നോടൊന്ന് ഇടപെടണമേ. അങ്ങനെ നാം ശുദ്ധീകരണ പാതയിലൂടെ നടക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. നമുക്കെന്ത് ചിന്തിക്കാം? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 8:3. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടു ചെന്നു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ആ ഉയർത്തുന്നതിന് മുമ്പ് ആത്മാവിനെ പിടിച്ചു, അല്ലേ? ദൈവാത്മാവ് പിടിക്കും, ദൈവാത്മാവ് ഉയർത്തും. ഉയർത്തുന്ന പരിശുദ്ധാത്മാവ്, ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരിടത്ത് സ്റ്റാഗ്നൻ്റായി പോകാതെ നമ്മെ ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ ഉയർത്തുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ദിവ്യ ദർശനങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവ്,
ആത്മീയമായ പന്ഥാവിലൂടെ നമ്മൾ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, ജീവനുള്ള ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് ആവശ്യമുള്ളത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്ന, നമ്മെ നേർപാതയിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി നമുക്ക് അളക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വികാരമുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. പരിശുദ്ധാത്മാവിന് കരുണയുണ്ട്. പരിശുദ്ധാത്മാവ് ആർദ്രതയുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ആത്മാവാണ്. ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് കോപിക്കും. പരിശുദ്ധാത്മാവ് ഗൗരവമായി ഇടപെടും. പരിശുദ്ധാത്മാവ് ശാസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിവിധ തലങ്ങളിൽ ഏറ്റവും നല്ലതിന് വേണ്ടി പരിശുദ്ധാത്മാവ് എല്ലാം ഉപയോഗിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് യെഹെസ്കേലിനെ എടുത്തു. ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യേ ഉയർത്തി. എന്തിനാണ്? ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് താഴെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലായോ? നാം ഉയർന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്കും തലത്തിലേക്കും ഉയർന്നാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ സഭയിലുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും വേണ്ടതായ ആത്മീയമായ ഉപദേശം നൽകാൻ അവരുടെ ആത്മീയമായ അവസ്ഥ എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നാം ഉയർന്ന നിലവാരത്തിൽ വരണം. അങ്ങനെ ഉയർന്ന നിലവാരത്തിലേക്ക് നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വേണമെങ്കിൽ താഴെ നിർത്താമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. യെഹെസ്കേലിനെ ഭൂമിയുടെ ആകാശത്തിൻ്റെ മധ്യേ ഉയർത്തി സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നമ്മെ മാറ്റി. സാധാരണ ജനത്തിൻ്റെ കാഴ്ചപ്പാടല്ല, ഒരു ഉയർന്ന ചിന്താഗതി, ഒരു ഉയർന്ന സമർപ്പണം, ഒരു വ്യത്യസ്തമായ ചിന്താഗതികൾ. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിന് നമ്മിലൂടെ മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ തിരുത്താനും മറ്റുള്ളവരെ ശാസിക്കാനും മറ്റുള്ളവരെ നേർപാതയിൽ വചനം കൊടുത്ത് നടത്താനും മറ്റുള്ളവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഇതിനെല്ലാം ഇടയാണെങ്കിൽ വേറൊരു ആത്മീയ തലത്തിലേക്ക് വരണം. അതിന് നമ്മെ ഉയർത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ഞാനും അത് ഒത്തിരി കൊതിക്കുന്ന ഒരാളാണ്. കർത്താവിന് സ്തോത്രം. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടെന്നും വെറുതെ കൊതിച്ച് മാത്രം നിൽക്കുകയല്ല. കർത്താവ് ചിലതെല്ലാം തരുമ്പോൾ ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. എന്തിനാണ് ഈ യെഹെസ്കേലിനെ കർത്താവ് അങ്ങനെ ഉയർത്തിയത്? നാം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ കൊണ്ടുചെന്നു. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ നയിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ നയിച്ചുകൊണ്ട് പോകും. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ആലോചനകൾ തരും. പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ അവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ട് ചില തലങ്ങളിലൂടെ നമ്മൾ നയിക്കും. അവിടെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ പീഠമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ പീഠം. തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബം എന്താണ് പറയുക? അത് ചില തീഷ്ണതകൾ, ആത്മീയമായ ചില തീഷ്ണതകൾ നല്ലതാണ്. പക്ഷേ ദൈവം പ്രസാദിക്കുന്ന തീഷ്ണതയുണ്ട്, ദൈവം പ്രസാദിക്കാത്ത തീഷ്ണതകളുണ്ട്. ഇല്ലേ? നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ അണ്ണൂടെ മാറുകയില്ല. ആ തീഷ്ണതയിൽ അങ്ങ് നിൽക്കുക. ശരിയാണോ തെറ്റാണോ നോക്കുന്നില്ല. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരി. കർത്താവിന്റെ സ്തോത്രം. ആ ഒരു ചിന്താഗതി അതല്ല. കർത്താവിൻ്റെ ഹിതമെന്ത്? കർത്താവിൻ്റെ ആഗ്രഹമെന്ത്? കർത്താവിൻ്റെ വഴികളെന്ത്? കർത്താവിൻ്റെ എന്നെക്കുറിച്ചുള്ളതായ ഹിതമെന്ത് എന്ന് നാം തിരിച്ചറിയുകയും അതിനനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പോകട്ടെ, നാം താഴോട്ട് വായിക്കുമ്പോൾ ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിൽ തന്നെ ആ തീഷ്ണത ബിംബം കണ്ടു. അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നു. ദൈവം ഇറങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള മഹാമ്ലേച്ഛതകൾ മനുഷ്യൻ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലായി ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ ദൈവം സ്ഥിരമായി വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ കർത്താവ് സ്ഥിരമായി വസിക്കാൻ ഇടയാകാതെ മനുഷ്യൻ
തൻ്റെ സ്വന്തം ജീവിതത്തിൽ ദൈവം ദുഃഖിക്കുന്ന അനേക കാര്യങ്ങളിൽ അടിമപ്പെട്ട് കിടക്കും. അനേകം കാര്യങ്ങളിൽ ഞാൻ ആരെയും വിധിക്കുകയല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചിലർക്ക് ദൈവീയാഗ്രഹം, പണത്തോടുള്ള അമിതമായ ആഗ്രഹം, പണമുണ്ടായാൽ എല്ലാമായി എന്ന് അവർ ചിന്തിക്കും. അത് പിശാച് ഒരുക്കുന്ന വലിയൊരു കെണിയാണ്. കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീരരായി തീർന്നിരിക്കുന്നു. വിശ്വാസം തകർക്കാനുള്ളതും ബഹുദുഃഖങ്ങൾ വരുത്തുവാനുള്ള പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ദ്രവ്യാഗ്രഹം. പണമുണ്ടെങ്കിലായി, എനിക്കൊരു നല്ല വീടൊക്കെ വെച്ച് നല്ല കാറൊക്കെ വാങ്ങി നല്ല ഒരു പ്രാർത്ഥനാ മുറിയൊക്കെ ഉണ്ടാക്കി ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കും. മോനെ, അതല്ല. നിനക്കൊന്നുമില്ലെങ്കിലും നീ ഏതുമില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ഗോശാലികൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആടുകൾ കൂട്ടത്തോടെ നശിച്ചു പോകും. എൻ്റെ പ്രവാചകൻ അവസാനം പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്താണത്? ദൈവത്തിൽ ആനന്ദിക്കുക. ആനന്ദിക്കാനുള്ളത് ഈ ഭൂമിയിലുള്ളതല്ല പ്രിയരെ, അതൊക്കെ നമുക്ക് അനുഭവിക്കാം. അതൊക്കെ ദൈവം നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരും, ആവശ്യമുള്ളത് തരും. പക്ഷെ ഇതിലൊന്നും ആയിരിക്കരുത് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ജനം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കർത്താവിന് സ്തോത്രം. മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശ്വതന്ത്രം വിട്ടുപോകേണ്ടെന്ന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛകൾ തന്നെ നീ കാണുന്നുവോ? ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവമക്കൾക്ക് അതൊരു മറ്റൊരാളെ കുറ്റം വിധിക്കാനല്ല, ഒരു കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരു സഭയിലുള്ള ഒരു കൂട്ടായ്മയിലുള്ള സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്ന കൂട്ടായ്മകളും സഭകളാണ് ഞാൻ പറഞ്ഞത്. വചനത്തിൽ നിന്ന് അണിവിടാതെ പോകുന്ന അനുഭവങ്ങളുള്ള കൂടിയവരുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ പരിശുദ്ധാത്മാവ് ചെല്ലിലൂടെ നിന്ന് മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ നോക്കും. അത് മുൻവിധിയല്ല, അത് ഇഷ്ടക്കുറവല്ല, ഏതെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജല്ല. ഗ്രഡ്ജ് വന്നാൽ നഷ്ടം ആ ഗ്രഡ്ജ് വന്നയാൾക്കാണ്. ദൈവം അവർ വെറുതെ വിടുമോ? ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നാം തിരിച്ചറിയണം. നമുക്കൊരു രക്ഷ തന്നിട്ട് ആ രക്ഷയിൽ തന്നെ നമ്മെ നിർത്തി അങ്ങനെ ചുറ്റിപ്പറ്റിപ്പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പർവ്വതം ചുറ്റി നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മരുഭൂമിയിലൂടെ ചുറ്റി നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യുദ്ധങ്ങൾ ജയിച്ച് യോർദാൻ കടന്ന് അങ്ങനെ എറിഹോ കോട്ട തകർത്ത് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ ദൈവം കാണിക്കുകയാണ്. ഓ, ഇതിലും വലിയ മ്ലേച്ഛകൾ നീ കാണുമെന്ന് അരുളി ചെയ്തു. കർത്താവിന് സ്തോത്രം. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവരെ കുത്തി തുറന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛകൾ നോക്കുക എന്ന് കൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ഇതെന്താണ് പ്രിയ? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആഴത്തിൽ ചുവര് കുത്തി തുറക്കുന്നു, അതിൻ്റെ മുന്നിൽ കാണുന്ന വാതിൽ തുറക്കുന്നു. അങ്ങനെ മുന്നോട്ട് ആഴത്തിലുള്ള ശുദ്ധീകരണത്തിന് വഴികൾ പരിശുദ്ധാത്മാവ് ഒരുക്കുമെന്നുള്ളതാണ് ജനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇല്ലേ? മനുഷ്യൻ്റെ ഉപരിപ്ലവമായ തലമുണ്ട്, എന്നാൽ അല്പം കൂടി ഉള്ളിലേക്ക് ചെന്ന വേറെ തലമുണ്ട്, എന്നാൽ അന്തരിന്ദ്രിയം എന്ന് പറയുന്നതായ ചില അനുഭവങ്ങളുണ്ട്. ഇതിലെല്ലാം മറിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന ചില പാപ സ്വഭാവങ്ങളും പാപപ്രകൃതങ്ങളുമുണ്ട്. ഇത് കണ്ടെത്തി, ഇത് പരിശുദ്ധാത്മാവ് അത് സ്കാൻ ചെയ്ത് പ്രോബ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് ഏതെങ്കിലും ദൈവമക്കളിലൂടെ നമ്മളോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നു. അതിന് അവരുടെ മേൽ ആത്മാവ് വരുമ്പോൾ ദൈവം അങ്ങനെയുള്ളതായ അനുഭവത്തിലൂടെ അവരെ നടത്തുമ്പോൾ അവരെ നടത്തുക എന്നുള്ള മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം, ഒരു കൂട്ടം ജനത്തെ ആഴത്തിലുള്ള വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ആഴത്തിലുള്ള വിശുദ്ധീകരണം പുറമേ വരുന്ന ചില പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്നത്, നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ്, നമ്മുടെ ചില ഡിസിഷൻസ്. എന്താ എൻ്റെ കാര്യം, ഞാനങ്ങനെ ചിന്തിച്ചു, ഞാനങ്ങനെ ചെയ്യും, ഞാനങ്ങനെ തീരുമാനിച്ചു. ഫ്ലെക്സിബിളാകാത്ത നമ്മുടെ അവസ്ഥ. ദൈവഹിതത്തിനനുസരിച്ച് ഫ്ലെക്സിബിളാകണം. മനുഷ്യരുടെ ഹിതത്തിനല്ല, പാപത്തിൻ്റെ ഹിതത്തിനല്ല, പിശാചിൻ്റെ ഹിതത്തിനല്ല, ദൈവഹിതത്തിന് നമ്മൾ ഫ്ലെക്സിബിളാകണം. അപ്പം നമുക്കൊരു പ്രകൃതമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായി ദൈവാത്മാവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മൾ
വിധേയപ്പെടുന്നതാണ് ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. കർത്താവിനെ സ്തോത്രം. യെഹെസ്കേൽ അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ മ്ലേച്ഛതകൾ കണ്ടു. അവിടെ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മൂപ്പന്മാരിൽ 70 പേരും ശാഫാൻ്റെ മകനായ ഏന്യാവ് അവരുടെ നടുവിലും ഓരോരുവൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിന് വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിലെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? രാത്രിയിൽ ചെയ്യുന്നത്, ഇരുട്ടത്ത് ചെയ്യുന്നത്, പുറമേ ഒന്ന് അകമൊന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് അകത്തെ കാണും, പുറമേയുള്ളതും കാണും. കർത്താവിന് സ്തോത്രം. യെഹെസ്കേലിൻ്റെ മേൽ ആത്മാവ് വന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അത് വലിയൊരു ഉദ്ദേശത്തിനായിരുന്നു. എന്താണ്? ഒരു ദൗത്യമായിരുന്നു. ഒരു കൂട്ടം ജനം നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ, റിയൽ സിറ്റുവേഷൻ അവരെ മനസ്സിലാക്കി കൊടുക്കുക. കുമ്മായം പൂശുന്നവരെ പോലെയല്ല, ഉള്ളതുള്ളതുപോലെ, തെറ്റ് തെറ്റായും ശരി ശരിയായും കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ. നാം അതേ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ, വീണ്ടും 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാം, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിൽക്കൽ പ്രവേശനത്തിൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ ഇനിയും കാണുമെന്ന് പറഞ്ഞു. ഓരോരുത്തരെക്കുറിച്ച്, പുരോഹിതന്മാരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, ഓരോ ജനങ്ങളെക്കുറിച്ച് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവ് യെഹെസ്കേലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. 17-ാമത്തെ വാക്യം, അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കരുണ കാണിക്കുകയില്ല, അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്നൊക്കെ അരുളി ചെയ്യുന്നു. യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, പാപം വിടാതെയുള്ള പ്രാർത്ഥന, പാപത്തോട് യാത്ര പറയാതെയുള്ള പ്രാർത്ഥന, അത് ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്ന് പറയുന്നു. അതേ പ്രിയരെ, ഈ 8-ാം അധ്യായം മുഴുവൻ പരിശുദ്ധാത്മാവ് ആഴത്തിലുള്ള ശുദ്ധീകരണം നടത്തുന്നതും ആ ശുദ്ധീകരണത്തിന് വേണ്ടി യെഹെസ്കേലിൻ്റെ മേൽ ആത്മാവിനെ അയക്കുന്നതും, ജനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ പുറമേ കാണുന്ന പോലെയല്ല, ജനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ചുവര് കുത്തി തുറന്ന്, ഹൃദയം തുറന്ന്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. എന്തിനാണത് കാണിക്കുന്നത്? ഇതെല്ലാം കണ്ട് വീണ്ടും നാശത്തിലേക്ക് പോകാനല്ല, നാം വീണ്ടും ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് വരണം. ദൈവഹിതം നമ്മിലൂടെ നിറവേറണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം വേർതിരിച്ചവരായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്ത്? ഇന്ന് നിങ്ങൾ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നു? അന്ധകാരത്തിൽ ജീവിക്കുന്നുവോ, അതെയോ സത്യപ്രകാശത്തിൽ ജീവിക്കുന്നുവോ? ചിലർ ചിന്തിക്കും, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല പ്രിയരെ. നീതിമാൻ പ്രയാസം രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നാം ഭക്തിയോടെ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. 10 പൈസയിൽ തെറ്റ് വരരുത്, ഒരു നോട്ടത്തിൽ തെറ്റ് വരരുത്, ഒരു സ്പർശനത്തിൽ തെറ്റ് വരരുത്, മറ്റുള്ളവരെ മോഹിക്കരുത്, മറ്റുള്ളവരെ മോഷ്ടിക്കരുത്. എങ്ങനെയും എല്ലാവരെയും സ്നേഹിക്കുക, ആദരിക്കുക. സഭാ വ്യത്യാസം പറയരുത്. എല്ലാം ദൈവത്തിൻ്റെ മക്കളെന്ന് കാണുക. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും വിവിധ സഭകളിലുള്ളവരും ഒന്നാണെന്ന് കാണുക. ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കാഴ്ചപ്പാടുകളാണ്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുമ്പോൾ ലഭിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒത്തിരി ആഴത്തിലുള്ളതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ആഴങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ മ്ലേച്ഛതകൾ കാണുന്ന ദൈവം, ഇത് മറ്റാരുടെയും അവസ്ഥ പറഞ്ഞു എന്നല്ല നാം ചിന്തിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില അശുദ്ധികളും, ചില അഹങ്കാരങ്ങളും, ചില സ്വയത്തിൻ്റെ വ്യാപാരങ്ങളും, ചില ദ്രവ്യാഗ്രഹങ്ങളും, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും, അതെല്ലാം ദൈവം കാണുന്നു, അറിയുന്നു. അതെല്ലാം തിരുത്തി എന്നെ തങ്കമാക്കാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനമെന്ന് കണ്ടെത്തി ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക. അങ്ങനെയായാൽ കർത്താവ് നമ്മെ ഉയർത്തും, നമ്മെയും വളർത്തും, നമ്മെ അനുഗ്രഹിക്കും. നമ്മെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നമ്മെ വിശുദ്ധീകരിച്ച് അനേകരെ വിശുദ്ധീകരിക്കുന്ന, അനേകർക്ക് പാപബോധം കൊടുക്കുന്ന
അനേകരുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരാത്മീയ നിലവാരം നമ്മിൽ തന്ന് ജനത്തെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ 8-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാം. യെഹെസ്കേൽ തൻ്റെ തലമുറയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചു. യെശയ്യാവും യിരെമ്യാവും ദാനിയേലും ഹോശേയും യോവേലും അങ്ങനെ ശമൂവേൽ പ്രവാചകനും ദാവീദും പുതിയത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം ദൈവഹിതത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു. നമുക്കും ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ഏത് വഴിയിലൂടെ നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു ആ വഴിയിലൂടെ മാത്രം പോകുമെന്ന് സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൽ മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയം റൂട്ടിൽ ഒരു 250 മീറ്ററേ ഉള്ളൂ. പോകുമ്പോൾ റോഡിൻ്റെ അടുത്ത സൈഡിൽ തന്നെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ബോർഡ് കാണാം. നിങ്ങൾക്ക് വരാം. ഞായറാഴ്ചകളിൽ രാവിലെ മോർണിംഗ് സൺഡേ സർവീസ് ഉണ്ട്. രാവിലെ 8 മണിക്ക് തുടങ്ങും. ഈ വരുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് മാസം 10-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രാർത്ഥിച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ അനേകം ദൈവദാസന്മാർ ശുശ്രൂഷയിൽ കടന്നു വരുന്നു. പാസ്റ്റർ ബാബു ചെറിയാൻ, പാസ്റ്റർ പ്രിൻസ് തോമസ് അവറുകൾ, പാസ്റ്റർ ഷാജി എംപോൾ, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, അതുപോലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ എഴുതുകയും പാടുകയും ചെയ്യുന്ന പാസ്റ്റർ സാമുവൽ വിൽസൺ, കർത്താവിന് സ്തോത്രം, പാസ്റ്റർ ജീവൻ രാജ്, പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ഡോക്ടർ ബ്ലസൻ മേമന, പാസ്റ്റർ ടോണി ഫ്രാൻസിസ്, പാസ്റ്റർ സിജി ചാക്കോ, പാസ്റ്റർ സുഭാഷ് കുമരകം, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ഷിൻഡോ വർഗീസ്, കൂടാതെ അനേക ദൈവദാസന്മാരുണ്ട്. പൗരുഷിൽ ഗാനം പാടുന്ന പ്രിയ സഹോദരൻ ടിബിൻ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും കടന്നു വന്ന് നടത്തുന്നതായ ശുശ്രൂഷിക്കുന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരൂ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കൂ. കേവലം പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിക്ക് ദൈവം കൊടുക്കുന്ന ഒരു അവസരമായിട്ടല്ല, ഇത് ഈ മൂവാറ്റുപുഴ ഉണർവിനും വിടുതലിനും കാരണമായി തീരട്ടെ. മൂവാറ്റുപുഴയിലെ എല്ലാ സഭകളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അത് മൂവാറ്റുപുഴയിൽ നിന്നൊരു ചുറ്റോളമായി അനേകം പ്രദേശങ്ങളിലേക്ക് ആ അനുഗ്രഹം പകരപ്പെടുവാൻ, അനേകം ഡിസ്ട്രിക്റ്റുകളിലേക്ക്, പോരാ സ്റ്റേറ്റുകളിലേക്ക്, ഇന്ത്യയിലെമ്പാടും ഒരു ഉണർവായി അത് വ്യാപരിക്കാൻ, ഒരു കാട്ടുതീ പോലെ കത്തിപ്പടരുന്ന ഒരു സ്വർഗീയ ഉണർവിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുവാൻ നിങ്ങൾ കടന്നു വരൂ. വളരെ സ്നേഹത്തോടെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ എളിമയോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ആത്മീയമായ ചൈതന്യവും പ്രചോദനവും തരട്ടെ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വം എടുക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം.